ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ്. ഇപ്പോൾ ഓണക്ക് വരല്ലേ, അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ വീഡിയോസൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പച്ചക്കറിക്കാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. പയർ, കൊത്തമര, മുരിങ്ങക്കായ, കുമ്പളങ്ങ ഒരു കഷ്ണം, അതുപോലെ മത്തങ്ങ ഒരു കഷ്ണം, ചേന, കായ, ക്യാരറ്റ്, ഇതൊക്കെയാണ് ഞാൻ അവിയലിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചുള്ള കഷ്ണങ്ങൾ. അപ്പോൾ ആദ്യം ഞാൻ ഇത് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അവിയലിൻ്റെ പാകത്തിന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാലോ എങ്ങനെയാണ് നമ്മൾ അവിയലിന് കഷ്ണം എടുക്കുകയെന്ന്. ഇച്ചിരി നീട്ടത്തിലാണ് എടുക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കായൊക്കെ എടുക്കുമ്പോൾ ഇതേപോലെ രണ്ടായി മുറിച്ചിട്ട് ചെറിയ 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 കഷ്ണങ്ങളായിട്ട് ഇതേപോലെ സ്ലൈസസ് ആയിട്ട് മുറിച്ചെടുക്കുക. അതിനുശേഷം ഇതേപോലെ നീട്ടത്തിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. ഇതേപോലെ തന്നെ കേട്ടോ എല്ലാ പച്ചക്കറികളും അരിഞ്ഞെടുക്കുക. അപ്പം ഞാനിതൊക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ അവിയലുണ്ടാക്കാനുള്ള കഷ്ണങ്ങളെല്ലാതും ഇതേപോലെ ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അവിയൽ എന്ന് പറയുമ്പോൾ തന്നെ പലതരം പച്ചക്കറിയിൽ ഇട്ട് കൊടുക്കുന്ന കാരണം നല്ല കളർഫുള്ളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാ പച്ചക്കറിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിയൽ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 തണ്ട് കറിവേപ്പില. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണാണ് കേട്ടോ. ഇനി ഇതെല്ലാം നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കൈ കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കണമെന്നില്ല കേട്ടോ. ചട്ടകം വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. ചിലർക്ക് ചേനൊക്കെ കുറച്ച് തൊട്ട് കഴിഞ്ഞാൽ ചൊറിച്ചലിന് ഇതുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്ക് ചട്ടകം തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാ കഷ്ണങ്ങളിലും ഒരേപോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൈ കൊണ്ട് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ചീഞ്ചിട്ട് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. എപ്പോഴും അവിയലൊക്കെ ഉണ്ടാക്കാനായിട്ട് അടികട്ടിയുള്ള പാത്രം നോക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ചീഞ്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി കഷ്ണങ്ങൾ വേവിക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലേറ്റ് വെച്ച് അടച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. ഇടയ്ക്ക് നമുക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് വേവിക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിപ്പോൾ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും ഇത് മൂടി വെച്ചിട്ട് വേവിക്കാം. അവിയലിലേക്ക് ചേർക്കാനുള്ള ഉള്ളിയും പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കൈ കൊണ്ട് ഒരു പിടി ഉള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് നന്നാക്കി വെച്ചിട്ടുള്ളതാണിത്. അതുപോലെ തന്നെ 9 പച്ചമുളകും. നിങ്ങൾക്കിനി എരിവൊക്കെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പച്ചമുളക് എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ 9 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇത് ഈ മിക്സ് ചെയ്ത ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ അരച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് അരച്ചെടുക്കാം. ഞാനിതിൽ വെള്ളമൊന്നും ഒഴിക്കണില്ല. ഉള്ളിയിലല്ലേ വെള്ളം ഉണ്ടാവും, അപ്പോൾ അരച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അവിയലിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള നാളികേരമാണ് കേട്ടോ. അത് ചെരുകി വെച്ചിട്ടുണ്ട്.
ഇതിപ്പോൾ മൂടി വെച്ചിട്ട് 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് വീണ്ടും തുറന്ന് നോക്കുകയാണ്. എന്നിട്ടിത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി വെന്തുണ്ടോയെന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചേന കഷ്ണമാണ് എടുത്ത് നോക്കണത് കേട്ടോ. പക്ഷേ ചേനയാണല്ലോ ഇതിൽ നമ്മൾ ഇട്ട് കൊടുത്തതിൽ ചേനയാണ് ഇച്ചിരി വേവുള്ള കഷ്ണം വരുന്നത്. അപ്പോൾ അത് വെന്തിട്ടെങ്കിൽ ബാക്കി എല്ലാ കഷ്ണങ്ങളും വെന്തിട്ടുണ്ടാവും. കണ്ടോ, വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്തതിൽ കുറച്ച് വെള്ളം ഇതിലുണ്ട്. അതൊന്ന് വറ്റി വരണം. കണ്ടില്ലേ, വെള്ളത്തിൻ്റെ അംശമുണ്ട് നല്ലപോലെ. അപ്പോൾ അതൊന്ന് വറ്റി വരണം കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് തുറന്ന് വെച്ചിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ വെള്ളം വറ്റി നമ്മൾ കൂടുതൽ ചട്ടാങ്കം വെച്ചിട്ട് ഇളക്കി കൊടുക്കാണ്ടിരിക്കുക കേട്ടോ. ഈ പച്ചക്കറിയിൽ വെന്ത് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ കൂടുതൽ ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കഷ്ണങ്ങൾ കുടഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ടൈമിൽ ഇതിലിട്ട് കൊടുത്തിട്ടുള്ള ഉപ്പെല്ലാതും പാകമല്ലേ എന്ന് നോക്കാം. ഞാൻ നോക്കിയപ്പോൾ ഉപ്പെല്ലാം പാകമാണ്. നിങ്ങളുടെ കയ്യിൽ എങ്ങാനും കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ ഇട്ട് കൊടുത്തോട്ടോ. കണ്ടോ, ഇതേപോലെ ചട്ടകം വെച്ചിട്ട് ഒന്ന് പൊന്തിച്ചിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ വെള്ളം വറ്റി നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞാൻ ഈ വെള്ളം വറ്റി വരുന്ന വരെ ഇതിൻ്റെ ഫ്ലെയിം കുറച്ചിടുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 4 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഈ നാളികേരത്തിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ജീരകമൊക്കെ ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഉള്ളിയൊക്കെ ഇതുപോലെ ഏകദേശം അരഞ്ഞ് കിട്ടുന്നുണ്ട്. നല്ല പോലെ ഇത് തിരുമ്മി കൊടുക്കാം. നമ്മളിട്ട് കൊടുത്തിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ജീരകത്തിൻ്റെ ഫ്ലേവർ എല്ലാതും നാളികേരത്തിലേക്ക് നല്ലപോലെ മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തിരുമ്മി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പച്ചക്കറിയുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള നാളികേരക്കില്ലേ, അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നാളികേരമാണെങ്കിലും ഉള്ളിയൊക്കെ ആണെങ്കിലും കൂടുതൽ എടുക്കണം. അവിയലിക്കൊക്കെ ഇത് നല്ല പോലെ ഉണ്ടായാലാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഇനി തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ തൈരിൻ്റെ പുളി അനുസരിച്ചിട്ട് അതിലൊക്കെ ഏറ്റക്കുറച്ചിൽ ചെയ്തോളൂ കേട്ടോ. എന്നിട്ടത് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയ തൈരാണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ള തൈര് വലിയ പുളിയില്ലാത്ത തൈരാണ്. അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളത് കേട്ടോ. എപ്പോഴും തൈര് ചേർക്കുമ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള തൈരിൻ്റെ പുളി അനുസരിച്ചിട്ടും അതുപോലെ തന്നെ പച്ചക്കറിയുടെ അളവ് അനുസരിച്ചിട്ടും ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫൈനൽ സ്റ്റെപ്പായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എപ്പോഴും നമ്മൾ അവിയലിലേക്കൊക്കെ കൂടുതൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നാളികേരം, ഉള്ളി, ഇതുപോലെ വെളിച്ചെണ്ണയ്ക്കില്ലേ, അതൊക്കെ നല്ല പോലെ തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. അപ്പോഴന്നെ ഇതൊക്കെ ട്രഡീഷണൽ കറികളല്ലേ, അപ്പോൾ അപ്പോഴന്നെ ഈ കറികളിലൊക്കെ നല്ല പോലെ ടേസ്റ്റ് കൂടി വരും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അവിയലിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്, അത്രയും ടേസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അവിയലൊക്കെ അറിയാലോ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് പകർത്തിയതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. ഓണക്കല്ലേ വരുന്നത്, അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം. ഓണസദ്യകളിൽ മാത്രമല്ല, നമ്മുടെ സദ്യകളിൽ വരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു റെസിപ്പിയാണ് കേട്ടോ അവിയൽ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അത് ക്ലിക്ക് ചെയ്താൽ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.